നമ്മളെല്ലാ കെട്ടികൾക്കും നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്കൊരു വിഷമം നിറഞ്ഞ ദിവസം കേട്ടോ. കാരണം കാലത്ത് തന്നെ നമ്മുടെ ചെക്കന്റെ ഫോണും പേഴ്സൊക്കെ കള്ളന്മാരലക്കി. എന്റെ പവർ ബാങ്ക് പോയി. എന്റെ ഫോൺ ഇതിന് പോയില്ല. കാരണം എഡിറ്റിങ് കഴിഞ്ഞപ്പോ ഞാൻ ഫോണൊക്കെ എടുത്ത് തോർത്ത് മുണ്ടിൽ പൊതിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഡാഷും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലോക്കൽ കള്ളനാണെന്നുണ്ട്. പ്രൊഫഷണൽ കള്ളനാണെങ്കിൽ അവൻ ഷഡ് വരെ അലക്കിട്ട് പോയനെ. അതുകൊണ്ട് ഭാഗ്യത്തിന് എന്റെ ഫോണൊന്നും പോയില്ല, അവന്റെ മാത്രം പോയേക്കണേ. പിന്നെ സുധിക്ക് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനൊന്നും പോയില്ല. എന്റെ പവർ ബാങ്ക് ഒക്കെ പോയി, അതൊക്കെ പോട്ടെ, അതിലും നമുക്ക് വിഷയമില്ലാന്ന്. പലതും നഷ്ടപ്പെടും ജീവിതത്തിൽ, പലതും നമുക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. ഇങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊരു അനുഭവമാണ്. നഷ്ടപ്പെട്ടാൽ നമ്മൾ അതൊക്കെ തിരിച്ചു പിടിക്കണം, അതിനുള്ള കഴിവ്. ഏകദേശം സമയം 10-11:30 കേട്ടാ. കുളിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ദാബേല് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം മാറ്റി നേരെ ഈ ഒരു ദാബേലേക്ക് പോന്നു. അപ്പൊ ഈ ദാബേന്ന് ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. ഡ്രസ്സൊക്കെ 2-3 നടക്കാണ്ട്. മഴയ്ക്ക് നല്ല കാര്യണ്ട്, അതുകൊണ്ട് ലൈറ്റ് കുറവാട്ടാ. ഇവിടെ നിന്ന് ലോഡ് ഇറക്കാനായിട്ട് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അതിപ്പോ നോയിൻഡ്രയാ, ഒരു സിറ്റിയാണ്. അപ്പൊ വൈകുന്നേരം ലോഡ് ഇറക്കുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ ഈ ദാബേൽ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചാണ്. ഇവിടെ നിന്ന് ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് കയറ്റി തിരിച്ച് നാട്ടിലേക്ക് വരണം. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോവില്ല, ഞാൻ അവിടെ തെറിച്ച് പോകും. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ഇവന്റെ ഒപ്പം തന്നെ തിരിച്ചു വരും. അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവിടെ തെറിച്ച് നമ്മുടെ ബൈക്ക് എടുത്ത് വെച്ചുള്ളനെ കൊണ്ട് കറങ്ങാറങ്ങും. പിന്നെയും അങ്ങനെയാണ് വിചാരിച്ചാണ് കേട്ടോ. ഇനി എന്തെങ്കിലും നമ്മൾ തീരുമാനിക്കണ പോലെ എല്ലാം അവിടെ നിന്നില്ലല്ലോ. നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ എല്ലാം നടക്കണമെന്നില്ല. അപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെ നടക്കുന്നു അതാണ് നമ്മളെ പ്ലാനിങ്. നമ്മളിപ്പോ നിക്കണെന്ന് പറഞ്ഞാലേ ഗുജറാത്തിലാണ് നിക്കണേ. അപ്പൊ നമ്മളെ ഇന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ തീരുമാനിച്ചല്ല. കാരണം കാലത്ത് തന്നെ മൈൻഡ് കൊണ്ടല്ലായി. കാരണം അവന്മാരും ഓണല്ല, അവന്മാരും കൂടി ഓണായാലാണ് എനിക്ക് ആ ഒരു പവർ ഉണ്ടാവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി കുഴപ്പമില്ലായിരുന്നു. എന്റെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ പിന്നെ പോയനായിരുന്നു. പക്ഷെ അവർക്ക് ഒരു വിഷമം വരുമ്പോ നമ്മളെ അത് ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് അധികം വീഡിയോ നിർക്കള. ഇന്ന് ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയണം തോന്നി. ഇങ്ങനെയും കുറെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. കാരണം കേരളത്തിന്റെ അത്രയും സേഫ് അല്ല നമ്മള് പുറത്തിങ്ങനെ സഞ്ചരിക്കുമ്പോ. കള്ളന്മാര് കൂടുതലുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, അങ്ങനെ പലതും ഉണ്ട് ഇങ്ങനെ പുറത്ത് സഞ്ചരിക്കുമ്പോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ യാത്രയിൽ കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പൊ ഇതൊന്നും നിങ്ങളോട് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ട് ഇട്ടാണ്. അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടോ. നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോണം. അപ്പൊ ഈടാ അവന്റെ വണ്ടിയിലെ പോണേ. ഈ ചുള്ളന്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ചുള്ളന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വെച്ചു. നാളെ നമുക്കൊരു വില വരാൻ പാടില്ല. അതിന്റെ പേര് നമ്മുടെ ജില്ല ID കാർഡൊക്കെ പോയേക്കാം. കിഷോറിന്റെ ആധാർ കാർഡും പാൻ കാർഡും ഫോണൊക്കെ പോയേക്കാല്ലേ. അത് നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വെച്ചു. നമ്മുടെ ഭാഗം സേഫ് ആക്കണല്ലോ. ഇവിടെയാണ് വണ്ടി ഇട്ടായിരുന്നെ. അപ്പൊ ഈടാ അവന്റെ വണ്ടിന്ന് അവിടെ നമ്മൾ വണ്ടി ഇട്ടോർത്തുനിന്ന് 300 ലിറ്റർ ഡീസൽ അലിക്കുന്ന പറഞ്ഞേ. വേറെ ഡ്രൈവർ പോയിപ്പോ അവിടെ ആവുമ്പോ അവിടെ വണ്ടി ഇടാറില്ല. നേരെ ഓപ്പോസിറ്റ് ഒരു പമ്പ് ഉണ്ട്, അതിപ്പോ അവിടെ വണ്ടി ഇടാർന്ന് പറഞ്ഞേ. അങ്ങനെ അച്ചുള്ള നമ്മളെ പോലീസ് സ്റ്റേഷന്റെ സൈഡിലായിട്ട് ഇറക്കി. നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണാട്ടാ പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഈ കാണുന്ന നമ്മളപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കാര്യം പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ഇതുവരെ സ്റ്റേഷൻ പരിധിയില്ല, വേറൊരു പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ നമുക്ക് വന്നു. അപ്പൊ അങ്ങോട്ട് പോകാനാണ് അവർ പറയണത്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ ബസ്സിലെ ആളെ വിളിച്ച് കേട്ടില്ലേ, അങ്ങനത്തെ സെറ്റപ്പാണ്. ഒരാൾക്ക് 20-30 രൂപ പറഞ്ഞാണ്. അപ്പൊ അവിടെ പറയാം. അങ്ങനെ നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടോ. ഇവിടെ വന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വെച്ചു. അപ്പൊ ചോമരെ നമ്മൾ സ്റ്റേഷനിലൊക്കെ പോയിട്ടേ നമ്മള് ഒരു കേസൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് വലിയ കഥയൊന്നുമില്ല, ഇവര് അന്വേഷിക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ അത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാ. നമ്മള് പോയപ്പോഴായാലും നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോയ വണ്ടിയിലെ ഇടാവ് പറഞ്ഞതായാലും ആളുടെ വണ്ടിയിൽ നിന്ന് ഒരു 300 ലിറ്റർ ഡീസൽ അവിടെ തന്നെ പോയിണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ സ്ഥിരം മോഷണം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മള് കേസ് കൊടുത്തിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഒരു ഭാഗം ക്ലിയർ ആക്കുക എന്നതാണ് നമുക്ക് ഉണ്ടായത്. അപ്പൊ അത് നമ്മൾ ചെയ്തു. കിഷോർ ഇപ്പോഴും വിഷമത്തിലാണ്, പാവം. അവന്റെ ഫോണും കാര്യങ്ങളൊക്കെ പോയതാണ്. അപ്പൊ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി. ഇനി നാളെ നമുക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇപ്പൊ എത്തിയുള്ളൂ. ഇപ്പൊ ഏകദേശം സമയം എത്രയായി? 6:10. അപ്പൊ ഏകദേശം സമയം 6:10 അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാൻ വലിയ മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലേട്ടാ. കാരണം കാലത്ത് തന്നെ ഷോക്കായിരുന്നു. പിന്നെ അവനും കുറച്ച് ഷോക്കായി. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ അങ്ങനെ കഥ പറഞ്ഞിരുന്നപ്പോ എടുത്താണ് ഇത്. അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണോ, നീ ഏതെങ്കിലും കാലത്ത് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, അതിനു വേണ്ടി എടുത്താണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരും നമ്മള്. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, നാളത്തെ വീഡിയോ പടയ്ക്കാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടാ.